Discover the healing touch of Dr. Shashi Keelathupurathu, a renowned Ayurvedic practitioner with 31 years of experience. His compassionate heart and deep understanding of ancient wisdom have helped countless patients find harmony and well-being. Dr. Shashi's gentle touch and personalized treatment plans are tailored to meet your unique needs, creating a truly transformative experience. Let Dr. Shashi guide you on a journey towards optimal health and balance. അപ്പോൾ ഡോക്ടറുടെ പറഞ്ഞുകൊണ്ടിരുന്നത് കോളേജിലുള്ള എക്സ്പീരിയൻസസും ഒരു കോളേജിൽ നിന്ന് എങ്ങനെ ആ ഒരു ഫൗണ്ടേഷൻ നിലനിർത്തിയെന്നായിരുന്നു. ഇനിയിപ്പം ഇത് കഴിഞ്ഞിട്ടുള്ള ഓരോരോ പടികൾ ഡോക്ടറുടെ, അപ്പം കോളേജിന് ശേഷം എന്തായിരുന്നു ലൈഫ്? അപ്പോൾ 1993 കോഴ്സ് കഴിഞ്ഞിറങ്ങി. അപ്പോൾ അന്ന് ഈ പാരമ്പര്യ വൈദ്യ സമ്പ്രദായങ്ങളെയും നാട്ടുവൈദ്യ സമ്പ്രദായങ്ങളെയും പഠിക്കുന്നവർ LSPSS എന്ന് പറഞ്ഞൊരു സംഘടന കോയമ്പത്തൂർ തന്നെ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഫെലോഷിപ്പ് എനിക്ക് കിട്ടി. ആ ഫെലോഷിപ്പിൻ്റെ അനുസരിച്ചിട്ട് ഇന്ത്യയിലുള്ള പല സ്ഥലത്ത് പോവുക, അവിടുത്തെ സമ്പ്രദായങ്ങൾ മനസ്സിലാക്കുക. അപ്പം അവർക്ക് അവിടെയുള്ള ആ ഹെൽത്ത് വർക്കേഴ്സുമായിട്ട് സഹകരിച്ചിട്ട് നമ്മുടെ ഈ അറിവിനെ എങ്ങനെ നമുക്ക് പ്രായോഗികമാക്കാമെന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞങ്ങൾ അഹമ്മദാബാദിൽ പോയി. അപ്പോൾ അവിടെ എൻ്റെ വേറൊരു ഫെലോവും കൂടെ ഒപ്പം ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അവിടെ പോയിട്ട് ആ സ്ഥലത്തുള്ള ചെടികൾ എന്തൊക്കെയാണ്, അവിടെ ലഭ്യമായിട്ട് പറിച്ചെടുക്കാവുന്നത് എന്താണ്, അങ്ങാടി പോയിട്ട് അവിടെ കിട്ടാവുന്ന മരുന്നുകൾ എന്താണ്, ഇത് മനസ്സിലാക്കും. ഒപ്പം ഇവിടെയുള്ള പ്രിവലൻ്റ് ആയിട്ടുള്ള അസുഖങ്ങൾ എന്താണെന്നൊക്കെ കുറച്ച് ഹെൽത്ത് വർക്കേഴ്സ് ആകുമ്പോൾ നമുക്ക് ഡാറ്റ ഉണ്ട്. അതൊക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് നമുക്ക് പ്രൈമറി ഹെൽത്ത് കെയറിൽ ഈ അറിവിനെ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ സമീപനം. അപ്പോൾ അവിടെ ഇത് വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം നീളുന്ന വർക്ക്ഷോപ്പുകളായിട്ടുള്ള പ്രോഗ്രാം നടത്തി. അപ്പം ഈ മഹസേന അല്ലെ രാജസ്ഥാൻ ബോർഡറിലൊക്കെയുള്ള ഗുജറാത്തിലെ പ്രദേശങ്ങൾ, മരുപ്രദേശങ്ങളൊക്കെ ഉള്ള, അപ്പോൾ അവർ സ്ത്രീകളാണ്. സെൽഫ് എംപ്ലോയ്ഡ് വിമൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് സംഘടനയുടെ ആയിട്ടാണ് ആദ്യത്തെ പ്രോഗ്രാം നമ്മൾ ഓർഗനൈസ് ചെയ്തത്. അപ്പോൾ അവിടെ ഈ വിരംഗം അങ്ങനെയുള്ള ഉൾപ്രദേശങ്ങളൊക്കെ പോയിട്ട് നമ്മൾ സർവേ നടത്തി. അപ്പം പലതും നമുക്ക് പരിചയമില്ലാത്ത ചെടികളൊക്കെയാണ്, പക്ഷേ എന്നാലും കുറേ നമുക്ക് ആയുർവേദത്തിലുള്ള മരുന്നുകൾ കിട്ടാനുണ്ട്. അപ്പോൾ ഇത് അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും പറയുകയാണെങ്കിൽ വീട്ടിൽ സ്കാബീസ് വലിയ പ്രശ്നമായിട്ടുള്ളവരുണ്ട്, പനി പ്രശ്നമായിട്ടുള്ളവരുണ്ട്, കഫക്കെട്ട് അങ്ങനെയുള്ള. അപ്പോൾ ഇതിൽ പനി സ്വാഭാവികമായിട്ട് നമ്മൾ എന്തായാലും ഡോക്ടറെ കാണിക്കണം, എന്നിട്ട് മതി എന്നുള്ള നിലയ്ക്ക് അതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. അതേസമയം കഫക്കെട്ടിന് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കഫ അധികമുള്ളതും മഞ്ഞ നിറമുള്ള കഫം എന്നുള്ളത് ഇൻഫെക്ഷനാണല്ലോ, ആ തരത്തിൽ അവരെ ബോധ്യപ്പെടുത്തിയിട്ട് അതിൽ ആടലോടകത്തിൻ്റെ നീര് ഇപ്പോൾ വാട്ടിപ്പിഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ നീര് കിട്ടും. അപ്പോൾ അതിൽ നമുക്ക് കഫം അധികമുള്ളതിൽ കുരുമുളക് പൊടി മേമ്പൊടിയൊക്കെ ഇട്ടിട്ട് ഈ ഇൻഫെക്ഷനൊക്കെ ഉള്ള പിത്ത സ്വഭാവം കാണുന്നതിൽ ഈ അതിനോടൊപ്പം കൽക്കണ്ടവും കൂടെ ചേർക്കും, കുരുമുളക് കുറച്ചും കൽക്കണ്ടം. അപ്പോൾ ഈ തരത്തിൽ ദോഷത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ അതിന് ചെയ്യാനുള്ള തരത്തിലുള്ള അറിവുകൾ. അപ്പോൾ ഇത് വളരെ എഫക്റ്റീവായിട്ട് ഈ അന്നത്തെ ട്രെയിനിങ്ങിൽ തന്നെ മനസ്സിലായി. പലരും കൃത്യമായിട്ട് അത് ഉപയോഗിച്ചു. അതിനുശേഷം ഞങ്ങൾ പല സ്ഥലത്ത് ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ഈ പരിപാടികൾ ചെയ്തു. അന്നൊന്നും കുടുംബശ്രീ ഒന്നും തുടങ്ങാത്ത കാലമാണ്. 94 എൻ്റെ ഓർമ്മ, 1994. അപ്പം കുടുംബശ്രീ ഒന്നും കേരളത്തിലായിട്ടില്ല. ഞങ്ങൾ കേരളത്തിൽ ഇതേപോലെയുള്ള 2 പ്രോഗ്രാം ആലുവയിലും സുൽത്താൻ ബത്തേരിയിലും നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ മിഷനറിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഗ്രൂപ്പാണ്, NGO. അവർ ഈ ചില മരുന്നുകളൊക്കെ ഉണ്ടാക്കിയിട്ട് നെയ്ബർഹുഡ് ഉണ്ടല്ലോ, അടുത്ത വീടുകളിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കാനൊക്കെ കൊടുത്തതായിട്ടൊക്കെ റിപ്പോർട്ട് വന്നു. ഇപ്പം കുടുംബശ്രീ അങ്ങനത്തെയൊക്കെ ചെയ്യുന്നുണ്ട്. ആയുർവേദത്തിൻ്റെയൊക്കെ ചില മരുന്നുകൾ സേഫായിട്ടുള്ളതൊക്കെ അവരുണ്ടാക്കിയിട്ട് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ളൊരു സമീപനം. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ തൃശ്ശൂർ അടുത്തുള്ളൊരു സിദ്ധവൈദ്യൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാനായിരുന്നു എനിക്ക്. എൻ്റെ സിദ്ധയായിരുന്നു ആയുർവേദമായിരുന്നു? സിദ്ധവൈദ്യമാണ് അദ്ദേഹം ചെയ്യണത്. അദ്ദേഹത്തിൻ്റെ പേര് മോഹനൻ വൈദ്യർ. അദ്ദേഹം ഇപ്പോൾ ഇല്ല. അപ്പോൾ അദ്ദേഹം പാരമ്പര്യമായിട്ട് വൈദ്യം പഠിച്ചെടുത്ത, കാരണം ഗുരുകുല രീതിയിൽ പഠിച്ചതെന്ന് വെച്ചാൽ അദ്ദേഹം രോഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ അടുത്തെത്തുകയും ഇവനെ എനിക്ക് വൈദ്യം പഠിപ്പിക്കണം എന്നുള്ള തോന്നലിൽ അദ്ദേഹത്തിനെ വൈദ്യം പഠിപ്പിച്ചു.
അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുള്ള രോഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെതായ കയ്യൊപ്പുള്ള ചികിത്സകൾ ചെയ്തു. അങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ കാലം ഒപ്പം രോഗികളെ കാണാൻ പോവും, ചികിത്സകൾക്കൊക്കെ പങ്കാളിത്താവും. അങ്ങനെ 3 കൊല്ലത്തോളം അവിടെ ഈ ട്രെയിനിങ് പ്രോഗ്രാമുകൾ. ഈ സിദ്ധവൈദ്യത്തിൻ്റെ അകത്ത് കൂടെ സിദ്ധവൈദ്യൻ്റെ ഗുരുവായിട്ട് അടുത്ത് പോയപ്പം ആയുർവേദ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് സിദ്ധ മനസ്സിലാക്കാൻ എന്താ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഈ ആയുർവേദം സിദ്ധ അപ്പോൾ ഇതിലെന്താ പറയുക, ഇതിൽ സിദ്ധവൈദ്യത്തിൻ്റെ ഒരു ടോട്ടൽ ചികിത്സ ചെയ്യുന്നൊരു സ്ഥലമായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരുവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഔഷധങ്ങളെ ഉപയോഗിച്ച് അപ്പോൾ ഒരു ഫ്രാഗ്മെൻ്റാണ്, ഒരു പാർഷ്യലായിട്ടുള്ളൊരു ചികിത്സയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. പക്ഷേ എനിക്കത് ആയുർവേദത്തിൽ നിന്ന് അന്യമായിട്ട് തോന്നിയിട്ടില്ല. അത് കാരണം എന്താ വെച്ചാൽ സിദ്ധാന്തമൊക്കെ ഒന്ന് തന്നെ, പക്ഷേ അത് ഓരോ സംഭവങ്ങൾ നമുക്കിപ്പം ഞാൻ പൊതുവേ അതിൻ്റെ ഒരു നിരീക്ഷണം എനിക്ക് തോന്നിയിട്ടുള്ളത്, കേരളത്തിൽ മഴ ധാരാളമുണ്ട്. പണ്ടത്തെ കേരളത്തിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയാണെങ്കിൽ അപ്പോൾ കാലാവസ്ഥയുടെ ഒരു ബാലൻസ് ഉണ്ട്. അവിടെ നമുക്ക് ഔഷധ സസ്യങ്ങൾ ധാരാളമുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ ചെടികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഔഷധങ്ങളുടെ പ്രയോഗമാണുള്ളത്. തമിഴ്നാട് നമ്മൾ മൊത്തം എടുത്തു കഴിഞ്ഞാൽ മഴ കുറവും തരിശ് സ്വഭാവങ്ങളും മരുപ്രദേശത്തിൻ്റെ ഒരു സ്വഭാവമുള്ള പ്രദേശങ്ങളിൽ അവിടെ നമുക്ക് ജലം എന്നുള്ള സ്വഭാവത്തിലല്ലാത്ത ഔഷധങ്ങൾക്ക് പ്രാധാന്യം കിട്ടി. അപ്പോൾ അതുകൊണ്ടാണ് സിദ്ധവൈദ്യത്തിൽ ശരിക്കും നമുക്ക് രസൌഷധങ്ങളായാലും മറ്റു തരത്തിലുള്ള മൂലകങ്ങളായാലും അതിനെ പൊടിയായിട്ടും അതിന് ഉപോൽപ്പന്നങ്ങളായിട്ടുള്ള ലേഹ്യങ്ങളോ അങ്ങനെയുള്ള തരത്തിലുള്ള പർപ്പങ്ങൾ അല്ലെ ഭസ്മങ്ങൾ ഉപയോഗിക്കുന്നു. പിന്നെ മെഴുകുകൾ എന്ന് പറയുന്നത്, ഈ മെഴുക് നമ്മുടെ ലേഹ്യത്തിൻ്റെ ഒക്കെ സമാനമായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് അവരുപയോഗിക്കുന്ന സമയത്ത് ആ പ്രദേശത്തിൻ്റെ കാലാവസ്ഥയും സാഹചര്യങ്ങൾക്കും അനുസൃതമായിട്ട് അത് ഡെവലപ്പ് ചെയ്തു. പക്ഷേ തത്വത്തിൽ ഇത് രണ്ടും വേറെയാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റായിട്ട് ഏതാണ് പഴക്കം, ആയുർവേദത്തെക്കാൾ പഴക്കം സിദ്ധത്തിനുണ്ട് എന്നൊക്കെയുള്ള ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ ചികിത്സ ചെയ്യേണ്ട ആൾക്കാർ ഇതിനെ പറ്റിയൊന്നും നമ്മൾ രണ്ടും ദേശവും കാലവും വെച്ചിട്ട് മാറി മാറി വന്നു എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അതിലേതാണ് പഴയതെന്നോ ഏതാണ് ക്യാമെന്നുള്ളതില്ല, ആ ചോദ്യത്തിൽ പ്രസക്തിയില്ല. അതെ അതെ, ആ ചികിത്സ ചെയ്തിട്ട് രോഗീനെ സുഖപ്പെടുത്തുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാൻസറായിട്ടും റീനൽ ഫെയിലിയർ ആയിട്ടുള്ള കേസസൊക്കെ ഇവിടെ പലരും നല്ല സുഖമായിട്ട് പോകുന്നത് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 3 കൊല്ലം കഴിഞ്ഞു. അതിനുശേഷം കുറേ ഈ ക്യാൻസർ രോഗികളെക്കുറിച്ചൊക്കെയുള്ള എക്സ്പോഷർ കിട്ടി. അപ്പോൾ അത് കൂടുതൽ നിരീക്ഷിക്കാനും അതിന് ചികിത്സിക്കാനുള്ള അവസരങ്ങളൊക്കെ കിട്ടി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ കാലഘട്ടത്തിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ബേസ് ചെയ്തിട്ട് പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക്ക് തുടങ്ങുന്നതും ഒരു പാലിയേറ്റീവ് മെഡിസിൻ്റെ ആവിർഭാവം ഇന്ത്യയിൽ തന്നെ ഉണ്ടാകുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടാണ്. അപ്പോൾ 1995 അത് തുടങ്ങുന്നത്. അപ്പോൾ അതിൽ 96 പകുതിയിൽ ഒരു വിഷു കഴിഞ്ഞിട്ടാണ് അവിടെ ഞാൻ കയറി ചെല്ലുന്നു. അപ്പം വളരെ വ്യത്യസ്തമായിട്ട് അലോപ്പതി സമൂഹത്തിൽ നിന്ന് നമ്മൾക്ക് ആയുർവേദത്തിനൊരു സ്വീകാര്യത ഇല്ല എന്ന് തോന്നുന്ന ഒരു പ്രതീതിയിലാണ് നമ്മൾ കയറി ചെല്ലുന്നത്. പക്ഷെ വളരെ താല്പര്യത്തോടു കൂടി അവിടുത്തെ ഡോക്ടർമാരും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ടീമും സ്വീകരിച്ചു. അപ്പോൾ അന്ന് അവിടെ കയറി ചെല്ലുന്ന സമയത്ത് ആയുർവേദത്തിൻ്റെ ഒരു ആവശ്യം തോന്നിയെന്നുള്ളത് സത്യമായിരുന്നു. കാരണം ഈ ചില മരുന്നുകൾ കൊടുക്കുമ്പോഴുള്ള മലബന്ധം പോലുള്ള സൈഡ് എഫക്റ്റുകളും മറ്റ് അനുബന്ധ വിഷയങ്ങളിലൊക്കെ പലതരത്തിലുള്ള മരുന്നുകൾ ആധുനിക വൈദ്യപ്രകാരം അവർ കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ എഫക്റ്റീവായിട്ടുള്ള സാധ്യതകൾ മറ്റ് ചികിത്സാ വിഭാഗത്തിലുണ്ടെന്നുള്ളൊരു ചിന്ത ആ ടീമിനുള്ളത് കൊണ്ടാണ് നമ്മൾ അവിടെ കയറി ചെല്ലുന്നു. അവിടെ അതിൻ്റെ സാധ്യതകളും അതിൻ്റെ ചർച്ചകളൊക്കെ നമ്മൾ ആരംഭിക്കുന്നു. പിന്നീട് ആര്യവൈദ്യശാല കോട്ടയ്ക്കൽ ഇവർ ഫോർമലായിട്ടൊരു ലെറ്റർ മുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് അവിടെ പിന്നീട് വരികയും പിന്നെ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയും പെയിൻ ആൻഡ് പാലിയേറ്റീവും കൂടെയുള്ള ആയുർവേദ പരിശ്രമങ്ങൾ അവിടെ നടക്കുകയും ചെയ്യും. അപ്പോൾ പ്രധാനമായിട്ട് മോർഫിൻ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള കോൺസ്റ്റിപ്പേഷനും അതിലുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ പ്രത്യേകമായിട്ട് സവിശേഷമായിട്ട് നടന്നു. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ വ്യക്തിപരമായ ഒരു മാറ്റത്തിനുള്ളൊരു വേദിയും കൂടി അവിടെ ആയി എന്നുള്ളതാണ്. കാരണം പൊതുവേ ഞാൻ വളരെ ചുരുക്കി സംസാരിക്കുകയും പരിമിതമായി സംസാരിക്കുന്നയാൾ എന്നുള്ള ഒരു അന്തർമുഖത്വത്തിൽ ഉള്ളൊരു ശൈലിയിൽ നിന്ന് ഒരു ചികിത്സകൻ എപ്പോഴും രോഗിയായിട്ട് വളരെ ആശയവിനിമയം നടത്തുന്നതാണെന്നുള്ളൊരു കാഴ്ചപ്പാട് എനിക്ക് അവിടെ നിന്ന് കിട്ടി. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അവിടെ ഞാൻ എന്തെങ്കിലും മൗലികമായി ചെയ്തു എന്നുള്ളതിനേക്കാളും ഈ തരത്തിലുള്ളൊരു രോഗിയോട് സൗഹൃദമായിട്ട് പെരുമാറാനും അതിൽ സംഭാഷണത്തിൻ്റെ, അതായത് ഒരു ആശയവിനിമയത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞു. അത് ജീവിതത്തിലുടനീളം എനിക്ക് പിൽക്കാലത്ത് അത് വളരെ ഉപകാരമായി. അപ്പം രോഗിയോട് എപ്പോഴും
സൗഹാർദ്ദമായിട്ട്, അത് സത്യത്തിൽ നമ്മുടെ ആചാര്യന്മാരത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. മൈത്രി കാരുണ്യം ആർത്തേഷു ശക്യ പ്രീതി രൂപേക്ഷണം. അപ്പോൾ ഈ തരത്തിൽ നമ്മൾ അത് അന്ന് കോളേജിൽ പഠിക്കുന്നതിനേക്കാളും ഈ ഒരു പശ്ചാത്തലത്തിൽ എത്തിയപ്പോഴാണ് എനിക്കത് സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുമ്പം ആ ഇടപഴകൽ. അത് കൂടെ അല്ലാണ്ട് ഈ അലോപ്പതിക്കാർ ഭയങ്കര ഓപ്പൺ ആയിട്ടായിരുന്നു സ്വീകരിച്ചത്. അപ്പോൾ അതും നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്താ വെച്ചാൽ ഒരു ഓപ്പൺനെസ് അവിടെ ഉണ്ട്, സ്വീകാര്യതയുണ്ട്. കാരണം ഒരു കോംപ്ലിമെന്റിങ് ഉണ്ടല്ലോ, രണ്ടും പരസ്പര പൂരകങ്ങളാവുകയും കോപ്പറേറ്റീവ് മെഡിസിൻ സഹകരിച്ച് പോകുന്നതിൻ്റെ പ്രസക്തി അവിടെ. അപ്പം അതും വളരെ ഒരു കാഴ്ചപ്പാടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ BAMS കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള സർജറി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം നടന്ന സമര കാലഘട്ടത്തിലാണ് ഞാൻ ആയുർവേദം പഠിക്കുന്നത്. അപ്പോൾ ഒരു വൈരുദ്ധ്യം അല്ലെങ്കിൽ ഒരു തമ്മിലുള്ളൊരു കിടമത്സരം പോലെയൊക്കെ തോന്നിയെടുത്ത് അതല്ലാതെയുള്ളൊരു സമീപനം, അത് ഫലത്തിൽ ആയുർവേദത്തിനും അങ്ങോട്ടും ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പാലിയേറ്റീവ് മെഡിസിൻ ഇന്ത്യ മുഴുക്കെ അല്ലെങ്കിൽ ലോകത്തിനൊരു മാതൃകയായിട്ട് WHO ഡെമോൺസ്ട്രേഷൻ പ്രൊജക്റ്റ് ആവുകയും അതിൻ്റെ മാതൃകകൾ എല്ലായിടത്തും വ്യാപകമായി. അപ്പോൾ ഇപ്പം ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ തന്നെ പാലിയേറ്റീവിന് വേണ്ടിയിട്ടുള്ള വിഭാഗങ്ങൾ ഇന്നുണ്ട്. അപ്പോൾ അതിൽ തുടക്കത്തിലൊന്ന് ഇടപഴകാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ അഭിമാനം. അതിൽ ഡോക്ടർ പറഞ്ഞ മാതിരി തന്നെ ഇന്ത്യയിലും അത് പുറത്തും വിദേശത്തും കുറേ പേർക്ക് പഠിപ്പിക്കാനും ചികിത്സിക്കാനും കഴിവുണ്ടായിരുന്നല്ലോ. അപ്പം എന്താണ് പുറത്ത് ചികിത്സിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു അനുഭവം? അതെ, അപ്പം ഞാൻ ഈ പാലിയേറ്റീവ് കാലവും കൂടെ കഴിഞ്ഞതോടുകൂടി എൻ്റെ സ്വകാര്യ പ്രാക്ടീസിനോ അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ചികിത്സ തുടങ്ങി. അപ്പം ജനിച്ച നാട്ടിൽ തന്നെ ഒരു ക്ലിനിക്ക് തുടങ്ങി. അതാദ്യം വീട്ടിലാണ് ആരംഭിച്ചത്. അപ്പോൾ അന്ന് കുറച്ചുകൂടെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. മരുന്നുകളൊക്കെ കഷായത്തിൻ്റെ കുറിപ്പടി എഴുതുക, കാരണം പഴയ വൈദ്യന്മാർ ചെയ്യുന്ന രീതിയിൽ. അപ്പം ഞാൻ കിട്ടാവുന്ന മരുന്നൊക്കെ പറിച്ച് കൊടുക്കാൻ പറ്റുമെന്നൊക്കെയുള്ള ശ്രമം നടത്തി. പക്ഷേ ആൾക്കാരുടെ എണ്ണം കുറവാകൊണ്ട് കുറച്ചുകൂടെ അത് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. കുറച്ചൊക്കെ ചെയ്തെങ്കിലും പിന്നീട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമായി. കാരണം കുറിപ്പടി എഴുതി കൊടുക്കുന്ന സമയത്ത് ഈ മരുന്നുകൾ കൃത്യമായിട്ട് പറിച്ചു കൊടുക്കാനും സംഘടിപ്പിച്ച് കൊടുക്കാനുള്ള ആൾക്കാരുടെ ലഭ്യത ഇല്ലാതായി. അപ്പോൾ അതുകൊണ്ട് പലർക്കും മരുന്നുകൾ കിട്ടാതെ തിരിച്ചു വരിക, അവർക്ക് പ്രിപ്പയർഡ് മെഡിസിൻ തയ്യാറാക്കി വെച്ചിട്ടുള്ള മരുന്നുകൾ എഴുതി കൊടുക്കുന്ന ശീലം വന്നു. പിന്നെ അതിൽ ഒപ്പം തന്നെയുള്ള വിഷമങ്ങൾ എന്താ വെച്ചാൽ ഈ മരുന്ന് എഴുതി കൊടുത്തു, അവർ മരുന്ന് കടയിൽ പോയി വാങ്ങുമ്പം വില വളരെ കൂടുതലായിരുന്നു. അപ്പോൾ ഇവർ പറിച്ച് വെച്ചിട്ട് കടയിൽ വിൽക്കുന്ന സമയത്ത് നമ്മൾ പ്രിപ്പയർഡ് മെഡിസിൻ അതേ മരുന്ന് നമുക്ക് ബോട്ടിലായിട്ട് കിട്ടുന്നതിനേക്കാളും വില കൂടുതൽ. അപ്പോൾ വില കൂടുതലിൻ്റെ ഒപ്പം തന്നെയുള്ള പ്രശ്നം എന്താണ്, ഇത് കഷായം ആക്കണം, ലേബറുണ്ട്, ഫ്യൂവൽ വേണം. അതൊക്കെ നമുക്ക് ആദ്യം അത്ര അറിയില്ലായിരുന്നു. ഇപ്പോൾ വിറകും ഇതൊക്കെ ലഭ്യതയുടെ പ്രശ്നങ്ങൾ. അപ്പോൾ ഈ മരുന്ന് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറെങ്കിലും ചുരുമ്പം തിളപ്പിച്ചെടുക്കേണ്ടത് പ്രായോഗികമല്ലാതെ വന്നു. അപ്പോൾ പിന്നീട് നമ്മൾ പ്രിപ്പയർഡ് മരുന്നുകൾ എഴുതുന്ന രീതിയിലേക്ക് മാറി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വീട്ടിൽ മരുന്ന് കുറച്ച് സ്റ്റോക്ക് ചെയ്തിട്ട് രോഗികൾക്ക് കൊടുത്തു. അത് വളരെ സുഖമായിട്ട് വന്നു. അപ്പോൾ കുറച്ച് ആൾക്കാർ കൂടുതൽ വരാൻ തുടങ്ങി. എൻ്റെ ഒരു വീട് ഗ്രാമത്തിലാണ്. അപ്പം ഇന്നത്തെ സാഹചര്യമൊന്നും അവിടെ ഇല്ല, റോഡില്ല. ഉള്ള റോഡിലൂടെ ജീപ്പൊക്കെ പോകുള്ളൂ, ബസ്സൊന്നും വരില്ല. അപ്പോൾ ഈ ഗ്രാമത്തിലേക്ക് ആൾക്കാർക്ക് എത്താനുള്ള ബുദ്ധിമുട്ട് തിരിച്ചറിഞ്ഞു. അപ്പോൾ ഇത് സത്യത്തിൽ നമ്മുടെ സാമൂഹ്യ ബോധം ഇങ്ങനെ കൂടി വരികയും അതിനെപ്പറ്റിയുള്ള ആദ്യം ആ ചിന്തയൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ശരിക്കും അതല്ല. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് സമൂഹത്തിൽ എന്ത് നടക്കുന്നുള്ള ഏത് വിദ്യാർത്ഥിക്കും അല്ലെങ്കിൽ ഏതൊരു ആൾക്കും അറിയാം. അന്ന് അത്തരത്തിലുള്ള സാഹചര്യം കൂടെ ഇല്ലയെന്നും കൂടെ ഞാനൊപ്പം പറയുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ ക്ലിനിക്കിൽ ഈ ആൾക്കാരെത്താനുള്ള വിഷമം, ഒരാൾ എന്നെ 3 മണിക്കൂർ അദ്ദേഹം അവിടെ കൊയിലാണ്ടി നഗരത്തിൽ കാത്തു നിന്നിട്ടാണ് ഒരു വാഹനം കിട്ടി ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് അയാൾക്ക് ഇത്രയും സമയം എടുത്തല്ലോ, അയാൾക്ക് ടാക്സി വിളിച്ച് വരാൻ പറ്റാത്ത ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ അതിന് ശേഷം തൊട്ടടുത്ത് ഒരു റോഡ് ഉള്ള സ്ഥലത്തേക്ക് ക്ലിനിക്ക് മാറ്റുക എന്ന് പറയും. കാരണം ഇത് ഞാനിപ്പം പറയുന്നത് കൊണ്ടാ വെച്ചാൽ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതൊക്കെ ഒരു അനുഭവമായിരിക്കും അത്. കാരണം നമുക്കിപ്പം ഇങ്ങനെയൊക്കെ ഉള്ള അനുഭവങ്ങളൊന്നുള്ളത്. അപ്പോൾ വീട്ടിൽ നിന്നൊരു 1.5-2 കിലോമീറ്റർ ദൂരെയുള്ള അവിടെ ഒരു കെട്ടിടം. അന്നത്തെ സാഹചര്യം 97-ലാണ്. അവർ കെട്ടിടത്തിൻ്റെ പണി മുഴുവനായിട്ടില്ല. ഒരു അപ്സ്റ്റെയറിലുള്ള ഒരു മുറി പെട്ടെന്ന് തന്നെ എനിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി റൂഫ് പ്ലാസ്റ്ററിങ്ങും വയറിങ്ങും ഒക്കെ നിർവഹിച്ച് സംവിധാനമൊക്കെ ആക്കിയിട്ട് ഒരു 3 ആഴ്ച കൊണ്ട് ലഭ്യമാക്കി തന്നു. അപ്പോൾ ആൾക്കാരുടെ സഹകരണം കൂടിയാണ് പറയുന്നത്. പിന്നെ നമ്മൾ ക്ലിനിക്കൊക്കെ അവിടെ തുടങ്ങി. അപ്പോൾ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യം പോരാ, അപ്പോഴത്തേക്ക് ആളവിടെ അതിനുള്ള സൗകര്യങ്ങളാക്കി തന്നു. ആ ഉടമസ്ഥൻ വളരെ അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ അഭിമാനത്തോടെ പിന്നെ എപ്പോഴും ഓർക്കാറുണ്ട്. അപ്പം ഈ ഒരു
ഇപ്പം നാട്ടിൽ നിന്നുകൊണ്ടിരിക്കെ തന്നെ എങ്ങനെയാണ് ആ വിദേശത്തിലേക്കുള്ള ഒരു ട്രാൻസിഷൻ എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് ആ പുറത്തേക്ക് എത്തിയത്? അതെ, ഞാൻ മൗറീഷ്യസിൽ അവിടെ വർക്ക് ചെയ്തത് ഒരു റിസോർട്ടിലാണെങ്കിലും അവിടെ ആയുർവേദത്തിൻ്റെ ഒരു വിഭാഗം ഉണ്ടാക്കുകയും ആയുർവേദത്തിൽ അത് ആയുർവേദത്തിൻ്റെ സിദ്ധാന്തപ്രകാരം അനുയോജ്യമായത് മാത്രം ചെയ്യുന്ന ചികിത്സാ സ്വാതന്ത്ര്യമുള്ള, കാരണം അവരിപ്പോൾ ഒരു ഗസ്റ്റ് എന്നാണല്ലോ പറയാം. ഇപ്പം ഗസ്റ്റിന് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതല്ല, ഗസ്റ്റിന് പരിചയപ്പെട്ട് അവർക്ക് വേണ്ട പ്രശ്നങ്ങൾ അവർ പറഞ്ഞു കഴിഞ്ഞാൽ അതിനും കൂടെ ഉതകുന്ന വിധത്തിലുള്ള, പക്ഷേ കൂടുതലൊന്നുമില്ല, പഞ്ചകർമ്മത്തിലുള്ള എല്ലാ ചികിത്സകളൊന്നുമില്ല. അപ്പം അങ്ങനെ ഒരു ചികിത്സ ലഭ്യമാക്കുന്നത്. പക്ഷെ അവിടെ എനിക്ക് കിട്ടിയൊരു വളരെ വലിയൊരു എക്സ്പോഷർ ഒരു എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഈ ആയുർവേദ ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളതിൻ്റെ ഭാഗമായിട്ട് ആയുർവേദത്തിൻ്റെ എല്ലാ ഗസ്റ്റുകൾക്കും ഒരു ആയുർവേദത്തിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന ഒരു സെഷൻ കോംപ്ലിമെൻ്ററി ആയിട്ട് അവരെല്ലാ ഗസ്റ്റുകൾക്കും അത് ഇതാക്കി. അപ്പോൾ അതെനിക്കൊരു 500 മണിക്കൂറിലേറെ ആയുർവേദം വിദേശികളെ പഠിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ട് അതിൽ കിട്ടി. അപ്പോൾ അതിലെനിക്ക് ശ്രദ്ധേയരായിട്ട് ഓർമ്മിക്കുന്ന പല എന്താ പറയുക സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ഹോളിവുഡിലുള്ള ആൾക്കാരുണ്ടായിരുന്നു, റഷ്യൻ ബാങ്ക് ചെയർമാൻ ഉണ്ടായിരുന്നു, പിന്നെ മറ്റു തരത്തിലുള്ള സയൻറ്റിസ്റ്റുകളുണ്ടായിരുന്നു, പിന്നെ വളരെ ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. അതിലൊക്കെ ശ്രദ്ധേയമായിട്ട് ഓർക്കുന്നത് ചില സംവാദങ്ങൾ മണിക്കൂറുകളോളം നീളമായിരുന്നു. 2 മണിക്കൂർ 3 ഈ അരമണിക്കൂർ കോംപ്ലിമെൻ്ററി ആണെങ്കിലും അതിൽ താല്പര്യമുള്ള ആൾക്കാർ നമ്മൾ പിന്നെ അത് പെയ്ഡ് എന്നുള്ള ആ ആംഗിളിലല്ല കാണുന്നത്, അത് തുടർ സംവാദങ്ങളും അവരതിനു വേണ്ടിയിട്ടുള്ള പഠനം. അപ്പോൾ എനിക്ക് ഏറ്റവും മൗലികമായിട്ട് തോന്നിയത് നമ്മൾ നാട്ടിലുള്ള ആൾക്കാരെക്കാളും ഒരു കാര്യം പറഞ്ഞാൽ അത് പഠിക്കാനും അതിനെ പഠിച്ച് പ്രയോഗത്തിൽ കൊണ്ടുവരാനുള്ളൊരു താല്പര്യം ഇവരുടെ ഇടയിൽ കൂടുതലായിട്ട്, ഒരു ക്യൂരിയോസിറ്റിയും എന്താണെന്ന് അറിയാനും അത് ലൈഫ് സ്റ്റൈലിലേക്ക് ഏറ്റെടുക്കാനും ഒരു ഓപ്പൺനെസ് അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആയുർവേദ ഒരു ഫെസിലിറ്റി അവിടെ അവർ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ വരുന്ന ആൾക്കാർ ഈ ഒരു ആയുർവേദ എക്സ്പോഷറിനെ പറ്റി അവർ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് വരാൻ തുടങ്ങിയത്. അപ്പോൾ ആ തരത്തിൽ അപ്പോൾ ആയുർവേദം അവർക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള തരത്തിലുള്ള ഒരു എക്സ്പോഷർ ഇതിൽ കിട്ടി എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു. അത് കഴിഞ്ഞ് 2007 സ്വസ്ഥ എന്നുള്ള ഒരു പേരിൽ തന്നെ, അതുവരെ ആ ആശയം കൊണ്ട് നടന്നപ്പം സ്വസ്ഥ എന്നുള്ള ഒരു ക്ലിനിക്ക് ഞാൻ കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോര പ്രദേശത്തുള്ള ഒരു സ്ഥലത്ത് കൂട്ടാലിട എന്ന് പറഞ്ഞ സ്ഥലത്ത് തുടങ്ങി. അത് ആ ക്ലിനിക്ക് തുടങ്ങിയപ്പോഴും ഞാനൊരു നാട്ടിൻപുറത്താണ്, യാത്രാ സൗകര്യമൊക്കെ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതൊരു വളരെ ശ്രദ്ധേയമായൊരു ക്ലിനിക്കായിട്ട് മാറി. അപ്പോൾ അവിടെ പിന്നീട് ചിക്കുൻഗുനിയ വന്നു. ചിക്കുൻഗുനിയ എൻ്റെ ജീവിതത്തിലൊരു പ്രധാന അനുഭവമാണ്. കാരണം ഈ ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ടുള്ളൊരു പനിയാണല്ലോ വേദനപ്പനി എന്ന് പറയാവുന്നത്. അപ്പം ഞാൻ ആഫ്രിക്കൻ വൻകരയുടെ ഭാഗമാണ് മൗറീഷ്യസ്. അപ്പോൾ അവിടെ ഉള്ളപ്പോൾ തന്നെ എനിക്ക് ചിക്കുൻഗുനിയനെ കുറിച്ചുള്ള അവബോധം ഉണ്ടായിരുന്നു. പലരും ഇവിടെ നാട്ടിലുള്ള ഈ ആൾക്കാർ ഇതിനെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ അത് ചിന്തേനെ കുറിച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ചിക്കുൻഗുനിയ വന്ന സമയത്ത് സ്വസ്ഥത്ത് പോയി ചികിത്സിച്ചവർക്ക് പൂർണ്ണമായിട്ട് മാറുന്നുണ്ട് എന്നുള്ളൊരു തരത്തിൽ അത് വന്നു, അവർ ജനങ്ങളുടെ ഒരു അഭിപ്രായം വന്നു. അത് അവർക്ക് വലിയ സൈഡ് എഫക്റ്റ് ഇല്ലാതെയും വേദന ഇല്ലാതെയും. അപ്പോൾ അതായിരുന്നു ശരിക്കും എൻ്റെ ജീവിതത്തിലൊരു പീരീഡ്, ഒരു വളരെ ശ്രദ്ധേയമായിട്ട് എനിക്ക് എൻ്റെ പ്രൊഫഷനിൽ എനിക്ക് സന്തോഷിക്കാം. പക്ഷേ ഒരേ തരത്തിലുള്ള പേഷ്യൻസിനെയാണ് നോക്കുന്നതെങ്കിലും അവരുടെ അനുഭവം വളരെ ബുദ്ധിമുട്ടി വലിയൊരു കോൺഫിഡൻസ് നൽകിയിട്ടുണ്ടാവും. അവർ രണ്ടാമത്തെ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ദിവസം കാണാൻ വരുമ്പം വേദനയിൽ നിന്ന് മുക്തരായിട്ടുള്ള ആശ്വാസത്തിൽ വന്നു. അപ്പം അത് ശരിക്കും എന്താ വെച്ചാൽ അപ്പം ഒരു തരത്തിൽ ആ ക്ലിനിക്ക് ശ്രദ്ധ ആകർഷിച്ചതോടുകൂടി തന്നെ മറ്റ് സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ വരാനും ഒരു 4-5 കൊല്ലം വളരെ ശ്രദ്ധേയമായിട്ട് അവിടെ പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ പിന്നെ എൻ്റെ നാട്ടിൽ നിന്നൊരു 16 കിലോമീറ്റർ പോകണം അങ്ങോട്ട്. അപ്പോൾ പിന്നെ വീടൊക്കെ വെച്ച സമയത്ത് ഈ സ്വസ്ഥത്തിനെ എൻ്റെ വീട്ടിലേക്ക് മാറ്റാമെന്നുള്ള തരത്തിലുള്ളൊരു ചിന്ത വരികയും അപ്പം വീട്ടിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതാണ് സ്വസ്ഥം ആയുർവേദ എന്നുള്ള ആശയത്തിൻ്റെ ഒരു എക്സ്പാൻഷൻ ഉള്ളത്. അപ്പോൾ ചികിത്സയിൽ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ സൗഹാർദ്ദം, സംഭാഷ, ഇത്തരത്തിലിത് വന്നു കഴിഞ്ഞ സമയത്ത് ഒരു സമഗ്രത നമുക്ക് അനുഭവിക്കാനാവുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനം മനസ്സാണ്. അപ്പോൾ നമുക്ക് ഈ മനസ്സിലൂടെയാണ് എല്ലാം പ്രശ്നം. കാരണം നമുക്ക് ഈ മനസ്സിൻ്റെ പ്രശ്നങ്ങളെ ചികിത്സിക്കുന്ന സമയത്ത് വളരെ അനുഭവ സമ്പത്ത് വേണം ഒന്നാമത്തത്. അപ്പോൾ അത് ഈ കാലഘട്ടം കൊണ്ട് എനിക്ക് കുറേ നേടാനായി എന്നുള്ളതും, ഒപ്പം തന്നെ ആൾക്കാരുടെ ആതുരസ്യ അന്തരാത്മാനം പ്രവിശ്യ, രോഗിയുടെ
അന്തരാത്മാവിലേക്ക് ചികിത്സകൻ പ്രവേശിക്കണം എന്ന് പറയും. അപ്പം ആത്മാവിലേക്ക് പ്രവേശിക്കുക അതൊരു കവി ഭാവനയിലാണുള്ളത്. രോഗിയുടെ സമഗ്രതയിൽ അയാളുടെ വളരെ നിസ്സാരമായ വിഷയത്തെ പോലും പരിഗണിച്ചുകൊണ്ടുള്ളൊരു സമീപനം വേണമെന്നുള്ളത് അത്ര ഡീപ്പായിട്ട് മനസ്സിലാക്കണം. അതെ. അപ്പോൾ ആ തരത്തിലുള്ളൊരു മാസ്റ്ററിങ് നമുക്ക് ഈ അനുഭവത്തിലൂടെ സാധിക്കുകയും അതിന് സ്വസ്ഥത്തിൻ്റെ ഒരു പരിസരം അതിനുള്ളൊരു കേന്ദ്രമായിട്ട് മാറി. അപ്പോൾ ഒരു ചികിത്സ ഇപ്പോൾ ഉദാഹരണത്തിന് വളരെ ലളിതമാണ്. നമ്മളിപ്പം ഒരു കൈക്ക് തരിപ്പുള്ള ഒരാൾ അത് ചിലപ്പം കാർപ്പൽ ടണലായിരിക്കാം, അല്ലെങ്കിൽ നെർവ് കംപ്രഷൻ കൊണ്ടുള്ളതായിരിക്കാം. പക്ഷേ ഇത് പലപ്പോഴും രോഗി റിലേറ്റ് ചെയ്യുക ഇത് കുഴച്ചിലാണോ സ്ട്രോക്കാണോ എന്നുള്ളതാണ്. അപ്പോൾ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ കുഴഞ്ഞു പോവുക, പാരാലിസിസ് എന്നുള്ളതാണ് അവരെ പേടിപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായ ഇദ്ദേഹത്തിൻ്റെ പരിശോധന കഴിയുന്നതോടുകൂടി ആ ആശയ വ്യക്തത നമ്മൾ വരുത്തണം. അത് അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഔഷധം കൂടെ കൊടുക്കുന്ന സമയത്ത് ഇത് കൃത്യമാവും. പക്ഷെ നമ്മൾ സമയക്കുറവിൻ്റെ കാരണമോ അല്ലെങ്കിൽ മറ്റ് മുൻഗണന കാരണം ഈ ഡീറ്റെയിലിങ്ങിലേക്ക് നമ്മൾ കിടക്കുന്നുണ്ടാവില്ല. അപ്പോൾ രോഗിയുടെ ആ സംശയം അവിടെ തന്നെ നിൽക്കുകയും മരുന്നും ചികിത്സയും മറ്റ് ഡീറ്റെയിലിങ്ങും കിട്ടിയിട്ട് അവർ തിരിച്ചു പോകും. അപ്പം ഇതാണെന്ന് തോന്നുന്നു എനിക്ക് ഏറ്റവും അടിസ്ഥാനപരമായ സമീപനം. നമ്മൾ ആ ആളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് കൃത്യമായി അറിയുകയും അതിൻ്റെ ആ അറിവിൻ്റെ പരിസരത്തിൽ അവർക്ക് സമഗ്രമായ ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ പറ്റുക. ഈ സ്വസ്ഥം എന്ന് പറയുന്ന ഈ ഒരു ആശയം ബാക്കി എല്ലാ ആശയങ്ങളിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തപ്പെടുന്നത്? സ്വസ്ഥം ബേസിക്കലി എന്താ വെച്ചാൽ ആയുർവേദം പഠിച്ച ഒരാൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നൊരു ടെർമിനോളജിയാണ് ശരിക്കും. അപ്പോൾ അതാർക്കും ആയുർവേദം പഠിച്ചവർക്ക് അപരിചിതമല്ല. പക്ഷേ നമ്മൾ ജനസാമാന്യം സാധാരണക്കാരനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ പലപ്പോഴും സ്വസ്ഥം എന്നുള്ളതിനെ പരിചയപ്പെടുത്താൻ എനിക്ക് ഏറ്റവും എളുപ്പം അസ്വസ്ഥ എന്നുള്ള വാക്ക് പറയുമ്പോഴാണ്. അപ്പോൾ അവർക്ക് സ്വസ്ഥം എന്നുള്ള വാക്ക് ആശയവിനിമയം ചെയ്യുന്നതിനേക്കാളും അസ്വസ്ഥം എന്നുള്ള വാക്കാണ് അവർക്ക് ആശയം കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പ്രശ്നം. കാരണം നമ്മൾ ഈ കാര്യങ്ങൾ എല്ലാം നമ്മൾ നെഗറ്റീവ് സെൻസിലാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ നെഗറ്റിവിറ്റിയിൽ ആ സ്വസ്ഥത ഇല്ലായ്യ എന്നുള്ളത് പറയുമ്പം സ്വസ്ഥത എന്താണ് ഉള്ളത് എന്നുള്ളതല്ലേ നമ്മൾ ഊന്നൽ കൊടുക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ അത് തന്നെയാണ് എൻ്റെ ഒരു സമീപനത്തിലുള്ളത്. ആ കോൺട്രാഡിക്ഷൻ ഉണ്ടല്ലോ, ആ വൈരുദ്ധ്യത്തിലൂടെ അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ചിലത് നമുക്ക് ഇത് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാധനമായിരുന്നോ കാര്യമായിരുന്നോ എന്ന് പോലും നമ്മൾ അറിയാതെ പോകും. അപ്പോൾ ഇവിടെ ആ ശരീരം മനസ്സ് ഇതിനോടുള്ള ചർച്ചയിലുള്ള കാര്യങ്ങളിൽ വേണ്ട സംഭവങ്ങൾ എന്താണോ അതൊക്കെ നമ്മൾ ഈ അസ്വസ്ഥതയിൽ വരുമല്ലോ. അപ്പോൾ ഈ അസ്വസ്ഥതയെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് സ്വസ്ഥമാകുമ്പോൾ എനിക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് ഒരു ചിന്തിക്കുന്നില്ല. അപ്പം ആ ചിന്തയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു സമീപനം. അപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും പേഷ്യൻ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സമീപനം എന്നുള്ളതായിരിക്കാം സ്വസ്ഥത്തിൻ്റെ ഏറ്റവും ഉള്ളത്. പിന്നെ അവർക്ക് റിലേറ്റ് ചെയ്യാവുന്ന അനുഭവ പരിസരത്തിലാണ് എല്ലാം കൊടുക്കുന്നത്. കാരണം എനിക്ക് തോന്നിയത് എൻ്റെ ജീവിതത്തിൽ ഇപ്പം ഞാൻ ചില സയൻറ്റിസ്റ്റുകളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞല്ലോ, അതേപോലെ തന്നെ നാട്ടിലുള്ള അധികം വിദ്യാഭ്യാസത്തിനൊന്നും ഭാഗ്യം കിട്ടാത്ത ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എനിക്ക് കൃത്യമായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളിടത്താണ്. അപ്പോൾ ആശയവിനിമയം സ്വസ്ഥത്തിൻ്റെ അടുത്തൊരു പരിഗണനാ വിഷയമാണ്. കാരണം എന്താണോ ഉദ്ദേശിക്കുന്നത് അത് പറയാൻ പറ്റുക, അവർക്ക് വേണ്ടത് എന്താണോ അത് മനസ്സിലാക്കിപ്പിക്കാൻ. കാരണം കൃത്യത്തിൽ നമ്മൾ ഈ ഡോക്ടർ എന്നുള്ള വാക്കും വൈദ്യം എന്നുള്ള വാക്കുകൾ നോക്കുമ്പം ഡോക്ടർ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്ന ആളാണ്. നമുക്ക് വിദ്യയുടെ അധിപതിയാണ് വൈദ്യൻ. അപ്പോൾ ഇവിടെ രണ്ട് ഒരേ സമീപനമാണെങ്കിലും ആ പഠിതാവ് പഠിപ്പിക്കുന്ന ആൾ എന്നുള്ള രണ്ട് റോള്, പഠിക്കപ്പെടുന്ന രോഗിയും പഠിപ്പിക്കുന്ന ചികിത്സകൻ എന്നുള്ള ആ സാധ്യത കൂടുതൽ നമ്മൾ ഊന്നൽ കൊടുക്കുന്നുണ്ട്. കാരണം രോഗി ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളത് നമ്മുടെ നിർബന്ധത്തിലുള്ളതാണ്. ഇപ്പോൾ പേഷ്യൻസിൻ്റെ അടുത്ത് ഭയങ്കര ഫ്രണ്ട്സായി എന്ന് പറഞ്ഞില്ലേ, അപ്പം കൂടുതൽ പേഷ്യൻ്റ് കെയർ, ഇപ്പം നമ്മൾ കൂടുതൽ നേരം ഒരു ഡോക്ടറായിട്ട് പേഷ്യൻ്റ് ഇടപെടുമ്പോൾ അതെന്തൊക്കെയാണ് ചികിത്സയിൽ മാറ്റം ഉണ്ടാകുന്നത്? ഇപ്പം മൈത്രി കാരുണ്യം ഇതാണ് ശരിക്കും എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള സംഭവം. അപ്പം ആ മൈത്രി മമതാബന്ധമാണ്, സൗഹൃദ ഭാവമല്ലേ. പിന്നെ കാരുണ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം അത് സിമ്പതി എമ്പതി രണ്ട് തരത്തിലാണ് നമ്മൾ. അപ്പം ഞാൻ എമ്പതി തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം ചില ചികിത്സകന്മാർക്കെങ്കിലും എമ്പതി ആവശ്യമില്ല, നമ്മളത് കൺട്രോൾ ചെയ്യാണ് വേണ്ടതെന്നുള്ളൊരു ഡോക്ടറിനുള്ളവരുണ്ട്, ഡോക്ടർമാരങ്ങനെ സമീപിക്കുന്നു. പക്ഷെ എനിക്കിതിലെന്താ വെച്ചാൽ നമ്മൾ സൗഹാർദ്ദമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് എനിക്കിതാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാൾക്ക് വേറെ വഴിയൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ അത് കൃത്യമായ വിനിമയം. ഇപ്പോൾ കഷായം നിങ്ങൾ കുടിക്കൂ, കഴിക്കാൻ വിഷമമുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഘട്ടത്തിൽ അതിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയുമ്പം കയ്പ്പാണ്, ഛർദ്ദിച്ചു പോകും ഡോക്ടറെ എന്ന് പറയുന്ന ആൾ ഒരു ശ്രമം അയാൾ നടത്തും.
പിന്നെ ഇത് എപ്പോഴും നമ്മൾ ഈ ഒരു രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്യുന്നൊരു കാര്യമാണ് ചികിത്സ. അപ്പോൾ ആ ചർച്ചയിൽ രണ്ടാളും ഒരേപോലെ സഹകരിക്കണമല്ലോ. അപ്പോൾ ഈ സഹകരണത്തിൽ അയാളുടെ റോള് കഴിക്കാനുള്ളതും ഇദ്ദേഹം നിർദ്ദേശിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും ആ ഫ്രണ്ട്ഷിപ്പ് മോഡിൽ അത് വർക്ക് ചെയ്യുന്നുണ്ട്. അതെ, അത് തന്നെയാണ് തോന്നുന്നത് എനിക്ക് സ്വസ്ഥത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി. പേഷ്യൻസിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഇടപഴകി നിൽക്കുമ്പോൾ ആ പേഷ്യൻസിന് എന്താണോ വേണ്ടത് അത് മൊത്തം അറിയാനും സാധിക്കുന്നുണ്ട് തോന്നുന്നു. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്ന രീതി അനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പലപ്പോഴും എത്ര ബൃഹത്തായ ചികിത്സാ സംവിധാനത്തിലായാലും രോഗിക്ക് ഡോക്ടറോടൊപ്പം കിട്ടുന്ന സമയം വളരെ പരിമിതമാണ്. അതേസമയം ഞാനവിടെ എഷുർ ചെയ്യുന്നത് അവർക്ക് വേണ്ടത്ര സമയം അവരോടൊത്ത് ഉണ്ടാവാനും അവർക്ക് ഇടപെടാൻ വേണ്ടിയിട്ട് കൂടുതൽ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് പലപ്പോഴും ഞാൻ വേറൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ പഠനമോ വായനയോ അല്ലെങ്കിൽ എൻ്റെ ചെറിയ കൃഷിയോ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യുകയാണെങ്കിലും അവിടെ പരിസരത്ത് അവർ രോഗികൾ അവിടെ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുമ്പം അവരെ വാച്ച് ചെയ്യുന്ന സമയത്ത് ഇന്നലെ അങ്ങനെയല്ലല്ലോ നടന്നത്, ഇന്നെന്താ ഒരു അതെ ഡോക്ടറെ അത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, പിന്നെ അത് മാറുകയായിരിക്കും വിചാരിച്ചിട്ട് പറയാനാണ്. അപ്പം ഞാനത് നിരീക്ഷിക്കാൻ എനിക്ക് പറ്റും, അത് പറയാൻ പറ്റും. കാരണം ഒരു ബെഡ് സൈഡ് കൺസൾട്ടേഷൻസ് ആണ് നമ്മൾ ഏത് ഹോസ്പിറ്റലിലായാലും നടക്കുന്നത്. ഇത് അവരുടെ ലിവിങ് സ്പേസിലാണ്. അപ്പോൾ അവർ ചിലപ്പോൾ പുറത്തു വന്നിരിക്കുന്നുണ്ടാവാം, എവിടെയായാവും. അപ്പോൾ അതിനൊക്കെ സ്പേസ് നമ്മൾ കൊടുത്തുകൊണ്ടാണത് ചെയ്യുന്നത്. അപ്പം അവരെ കൃത്യമായിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ അവരറിയാതെ തന്നെ ചിലപ്പം ഫോളോ അപ്പ് കൃത്യമായിട്ട് നടക്കും, അവരെ നമുക്ക് പിന്തുടരാൻ പറ്റും, അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ ഇവിടെ ഈ സംവിധാനത്തിൽ നമുക്ക് പലപ്പോഴും രോഗി തനിച്ച് വന്ന് നിൽക്കുന്ന സമയമുണ്ട്. കാരണം അവിടെ പോയാൽ പിന്നെ ഒരു ബൈസ്റ്റാൻഡറിന് അത്ര വലിയ ആവശ്യം തോന്നാറില്ല. കാരണം എല്ലാ ആൾക്കാരും ശ്രദ്ധിച്ചോളും. പിന്നെ എനിക്ക് കിട്ടിയ ടീം എല്ലാവരും നല്ല ഡോക്ടർമാരായാലും കൂടെ സഹകരിക്കാമെന്നുള്ള എല്ലാവരും ഈ ഡെഡിക്കേഷനെ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളത് അതെൻ്റെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നുന്നു. ഒരു പേഷ്യൻറ്റിനെ, ഒരു രോഗിയെ ഒരു കുടുംബം മാതിരി നോക്കുന്നു, അങ്ങനെയാണ് സ്വസ്ഥമെന്ന്. അതെ, അതൊരു എക്സ്റ്റൻഡഡ് ഫാമിലിയാണ്. അപ്പം ഞാൻ ചിലപ്പം 2000-3000 കിലോമീറ്റർ അപ്പുറത്തുള്ള അവരുടെ ഭവനത്തിൽ കല്യാണത്തിന് പോകേണ്ടി വരും. അതെ, അപ്പോൾ അവരുടെ ഒരു കുടുംബത്തിലൊരാളായിട്ട്. അപ്പം അതിലൊക്കെ തന്നെ ആ കുടുംബാംഗങ്ങൾക്കൊക്കെ എന്നെ അറിയുകയും ചെയ്യുന്നു എന്നുള്ളൊരു ബ്യൂട്ടിയും കൂടെ അവിടെ ഉണ്ട്. കാരണം അപ്പോൾ കഴിഞ്ഞ ഒരു കോവിഡിൻ്റെ മുമ്പുള്ള നവരാത്രിക്ക് ഞാൻ കൽക്കത്തയിലായിരുന്നു. അപ്പോൾ കൽക്കത്തയിൽ എൻ്റെ സുഹൃത്തിന് ചികിത്സ കഴിഞ്ഞിട്ട് ആ കണക്ഷനിൽ 2 തവണ അവിടെ വന്നു. അപ്പം 3ാമത്തെ തവണ റിസറേറ്റ് സമയത്ത് ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ അടുത്ത് എല്ലായിടത്തും എന്നെ കൊണ്ടുപോയി. എനിക്കാണ് അതൊരു അനുഭവം. അപ്പം കൽക്കത്തയും കേരളവും തമ്മിലൊരു ഭയങ്കര ഒരു ബംഗാളും കേരളവും തമ്മിലുള്ള ഒരു താതാത്മ്യം ഉണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ എന്നെ അറിയാം. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോൾ അത് അവരുടെ ഒരു കുടുംബത്തിലെ ആളായിട്ട് എല്ലാവരും വന്ന് കൂടെ ഇരിക്കുന്നു. ചിലർക്ക് ഭാഷയുടെ ഒക്കെ പ്രശ്നമുണ്ട്, എന്നാലും അപ്പം അവരുടെ കുടുംബത്തിലെ ആളായിട്ടും എനിക്ക് അദ്ദേഹം എൻ്റെ കുടുംബത്തിലെ ആളാണ്. ഡോക്ടറിന് മറക്കാൻ പറ്റാത്തൊരു അനുഭവം ഡോക്ടറിൻ്റെ ലൈഫിൻ്റെ അകത്ത് ഉണ്ടായിരുന്നേ, ചികിത്സാ അനുഭവം ഒന്ന് പങ്കുവെക്കാൻ പറ്റും? ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് എന്താ വെച്ചാൽ നമ്മൾ എന്താ പറയുക, സാധാരണ ആയുർവേദക്കാർ ചികിത്സിക്കുന്ന അവസ്ഥകളൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഈ എൻ്റെ സുഹൃത്തിന്, ഇപ്പം അദ്ദേഹം സുഹൃത്താണ്, വളരെ ഹൃദയബന്ധമുള്ള ആളാണ്. അദ്ദേഹത്തിന് ഉള്ളൊരു വിഷയം എന്താ വെച്ചാൽ മുന്നോട്ട് നടക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും കൂടെ വലത്തേക്ക് ഒരാൾ പിടിക്കുന്നു, ഇടത്തേക്ക് വേറൊരാൾ പിടിക്കണു, പുറകോട്ട് ഇങ്ങനെ നടക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അവിടെ പടിയുണ്ട്, സ്റ്റെപ്പ് ഉണ്ട് എന്നുള്ളത് ഇവർ പറഞ്ഞു കൊടുക്കണം. ഇദ്ദേഹത്തിന് വാതരക്ത സംബന്ധമായിട്ടുള്ളൊരവസ്ഥയാണ്. അപ്പോൾ അതിൽ ഈ മുന്നോട്ട് നടക്കുമ്പോഴുള്ള സന്ധിയിലെ ചലനമാണ് പ്രശ്നമാക്കുന്നത്. അപ്പം ഇതിന് കോഴിക്കോടുള്ള എല്ലാ ഡോക്ടർമാരെയും കാണിച്ചു, മറ്റ് ചികിത്സ ആയുർവേദ ചികിത്സ ചെയ്തു. അങ്ങനെ ഇവർക്ക് ഒരു വ്യത്യാസമില്ല. അതേസമയത്ത് ഇവരുടെ ഒരു ഫ്രണ്ട് മുഖാന്തരം അല്ലെങ്കിൽ ബന്ധു മുഖാന്തരം അമേരിക്കയിലുള്ള ഒരു ലേഡി എൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവർ ഇതറിയാനിടയിൽ അയാൾക്ക് സുഖമില്ല എന്നുള്ളത്. അപ്പോൾ ആ കണക്ഷനിൽ അവർ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ഒരു ഡോക്ടറല്ലേ, അയാളൊന്ന് പോയി കാണിച്ചൂടെ? അപ്പോഴാണ് അവർ എന്നെ പറ്റി ഓർക്കുന്നത്. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് എന്നെ വിളിച്ചു, വന്നു. അതെനിക്ക് കിടത്തി ചികിത്സ അങ്ങനത്തെ സൗകര്യങ്ങളൊന്നുമില്ല. മരുന്ന് കൊടുത്തിട്ട് ഒരു 3 ആഴ്ച മരുന്ന് കഴിക്കുമ്പോഴത്തേക്ക് തന്നെ വേദന കുറഞ്ഞു. അപ്പം പിന്നീട് അദ്ദേഹം കൂളായിട്ട് നടന്നു വന്നു.
മുന്നോട്ട് ആ നടത്തത്തിൻ്റെ. അപ്പം അതൊരു വലിയൊരു കാരണം എന്താ വെച്ചാൽ അവർക്ക് അതിൽ ആയുർവേദത്തിലും പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതെ. അപ്പോൾ അതിൽ ഞാൻ ചികിത്സയിൽ അതിൽ ഉപയോഗിച്ച മരുന്നുകളൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അത്രയൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ ശാസ്ത്രത്തിൽ പറഞ്ഞ എല്ലാവരും നമ്മളൊക്കെ ഉപയോഗിക്കുന്ന മരുന്നുകൾ അത് ചെയ്യാനായിട്ട്. ഈ വാതരക്തം അങ്ങനത്തെ വാദം സംബന്ധമായ കുറേ രോഗങ്ങൾ ഇപ്പം നിലവിൽ സമൂഹത്തിൽ കൂടുതലുണ്ട്. അപ്പം നമ്മുടെ പൊതുജനത്തിന് കൊടുക്കാൻ പറ്റിയ ഇത് വരാതിരിക്കാനോ അല്ലെങ്കിൽ ഇതിന് പ്രതിരോധമായിട്ടോ എന്തെങ്കിലും ഒരു അഡ്വൈസ് ഡോക്ടറിന് നൽകാൻ പറ്റുകയാണെങ്കിൽ അതും കൂടെ. അല്ല, നമ്മളെന്താ പറയുക, നമ്മുടെ ജീവിതം ജീവിച്ചാൽ മതി. നമ്മൾ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത് എനിക്ക് എന്തെല്ലാമാണോ ഉള്ളത് അതിനെപ്പറ്റി ഉൾക്കൊണ്ടുകൊണ്ട്. ഇപ്പം നമ്മളെപ്പം ഈ ആയുർവേദത്തിൻ്റെ ഏറ്റവും മൗലികമായ തത്വമാണ് അയഥാപലം ആരംഭം, അധികമായിട്ടുള്ള പ്രവൃത്തികൾ. അപ്പോൾ സാഹസം എന്നാണ് അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള വാക്ക്. അപ്പോൾ ആ സാഹസം എന്നുള്ള നമ്മുടെ സ്റ്റാമിനയ്ക്കോ മെൻ്റൽ സ്റ്റാമിനയ്ക്കോ അപ്പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ എനിക്ക് പാട്ടുകാരനാവാൻ പറ്റില്ലെങ്കിൽ ഞാൻ പാട്ടുകാരനാവാത്തതിനെക്കുറിച്ചും ആവാനുള്ള പരിശ്രമം നടത്തി സമയം കളയേണ്ടതില്ല. പാട്ട് ആസ്വദിക്കാനുള്ളൊരു കഴിവ് എനിക്കുണ്ടല്ലോ എന്നുള്ള തരത്തിൽ ഞാൻ തൃപ്തിപ്പെട്ടാൽ മതി. ഇത് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ആ ആശയം. അപ്പം നമ്മളെന്താ വെച്ചാൽ ആ തരത്തിലുള്ള സന്നിഗ്ധമായ പ്രശ്നങ്ങളെ നമ്മൾ ഒഴിവാക്കുക. കാരണം പ്രായണ സുകുമാരാണ് നമ്മൾ. സുകുമാരത്വം എന്താണ്? നമുക്കൊരു കാര്യം ചെയ്യാനുള്ള ക്ഷമത കുറയുന്നു എന്നുള്ളതാണ് ആ സുകുമാരത്വം. അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ ഈ സൊസൈറ്റൽ വാല്യൂ, സമൂഹത്തിലുള്ള മറ്റു തരത്തിലുള്ള സാഹചര്യങ്ങൾ, ഇതിൻ്റെ സമ്മർദ്ദത്തിൽ നമ്മൾ വേറൊന്നാവാൻ വേണ്ടി ശ്രമിക്കണം. സോഷ്യൽ സ്റ്റാറ്റസ് അപ്പോൾ പലതരത്തിലുള്ള. അപ്പോൾ ഇതിലെന്താണ് ഭക്ഷണത്തിൻ്റെ രീതി, മറ്റുള്ളവരുടെ രീതി കണ്ടിട്ടാണ് നമ്മളിവിടെ തുടങ്ങിയത്. ഇപ്പം നമുക്കിപ്പോൾ കേരളത്തിലുള്ള ഏറ്റവും വലിയൊരു ഇൻഡസ്ട്രി ഭക്ഷണമാണ്. ശ്രദ്ധിച്ചാൽ അറിയാലോ. കാരണം ഇത് നമുക്ക് ആവശ്യമുള്ളതാണോ, ആരോഗ്യത്തിന് ഗുണകരമാണോ നമ്മൾ ആലോചിക്കുന്നില്ല. ഇല്ല. പക്ഷേ മറ്റു രീതി മറ്റു സ്ഥലത്ത് അവർ ഉപയോഗിക്കുന്നതാണ്. അവിടുത്തെ അന്തരീക്ഷവും സാഹചര്യത്തിനൊക്കെ അനുകൂലമായതായിരിക്കാം അത്. അതിവിടെ അനുവർത്തിക്കുന്ന സമയത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊക്കെ കായിക അധ്വാനങ്ങൾ കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ ചില ഭക്ഷണ രീതികൾ, ഞാൻ പ്രത്യേകിച്ച് പേരൊന്നും പറയുന്നില്ല, ഈ ഭക്ഷണങ്ങളൊക്കെ കായിക അധ്വാനത്തിൻ്റെ ഉള്ളവർക്ക് കഴിച്ചാലുള്ള അവസ്ഥയായിരിക്കില്ല കായിക അധ്വാനം ഇല്ലാത്തവരുള്ളത്. അപ്പോൾ ഈ തരത്തിൽ നമ്മൾ നമ്മുടെ സാധ്യതകളും നമ്മുടെ ആരോഗ്യത്തിൻ്റെ അവബോധം ഉണ്ടാക്കുക. അതിനനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂൺ ആയാലും വാതരക്ത പ്രധാനമായിട്ടുള്ളതായാലും മറ്റു തരത്തിലുള്ള രോഗങ്ങൾ എന്തായാലും കുറവ് വരും. അതേസമയത്ത് കേരളത്തിലുള്ളൊരു ഏറ്റവും വലിയൊരു പ്രശ്നം, നമ്മൾ മോർബിഡിറ്റി ഹബ്ബായിട്ട് മാറുകയാണ്, എല്ലാ രോഗാതുരതയുടെയും കേന്ദ്രമായിട്ട്. കാരണം ഏത് രോഗങ്ങളും നമ്മളിപ്പം ഒരു കുപ്രചരണമാണോ എന്നറിയില്ല, കേരളം സമീപകാലത്ത് പലതരത്തിലും പേര് മാത്രം കേട്ടിട്ടുള്ള രോഗങ്ങളുടെ ഒരു കേന്ദ്രമായിട്ട് നമ്മൾ മാറുന്നുണ്ട്. അപ്പം അത് ചില വ്യാവസായിക താല്പര്യങ്ങളുണ്ടാവാം, നമ്മളെ ഇകഴ്ത്തി കാണിക്കാനുള്ള കാരണത്തോടെ അത് പബ്ലിസൈസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് നമ്മുടെ ആയുർവേദ മേഖലയിലും ടൂറിസം മേഖലയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം പലതും ചികിത്സ ചെയ്യേണ്ട എന്നുള്ള തരത്തിലും ആയുർവേദം ഗുണമല്ല എന്നൊക്കെയുള്ള. അപ്പം ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇതാണ്, നമ്മൾ കൃത്യമായി നമ്മുടെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് അതിനനുസരിച്ചിട്ടുള്ള ആരോഗ്യ അവബോധത്തോടെ ജീവിക്കാം. ഡോക്ടറിൻ്റെ കാഴ്ചപ്പാട്ടിൽ ഇനി വരാൻ പോകുന്ന ഒരു പാൻഡമിക് അല്ലെങ്കിൽ ഒരു എപ്പിഡമിക് എങ്ങനെയായിരിക്കും നമ്മൾ കാണുന്നത്? ഒരു ആയുർവേദം എന്നുള്ളൊരു ശാസ്ത്രത്തിന് അതിനെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ അതിനെ ചികിത്സിക്കാൻ പറ്റുമോ? ഈ ചോദ്യത്തിന് എനിക്ക് ഉത്തരം തരുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് എന്താ പറയുക, നമ്മളിപ്പം ഈ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് വരുന്ന സാഹചര്യങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ ഈ പബ്ലിക് ഹെൽത്ത് ആക്ടൊക്കെ വരുന്ന സമയത്ത് ആയുർവേദത്തിന് കിട്ടുന്ന സാഹചര്യം എന്താണെന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഞാനൊരു ചികിത്സകൻ മാത്രമായതുകൊണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ചികിത്സിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുമോ, അവരെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് സംശയം എനിക്കുണ്ട്. പക്ഷേ ആയുർവേദ ഒരു ശാസ്ത്രം എന്നുള്ള രീതിയിൽ ജനപദോദ്യമസിനിയം എന്നുള്ളൊരു വിഭാഗം ആയുർവേദത്തിൽ കൃത്യമായി പറയപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിൽ വായു, ജലം, ഭൂമി, അപ്പോൾ ഇതിൻ്റെ ദൂഷീകരണങ്ങളും അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ അന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പാൻഡമിക് ആയാലും എപ്പിഡമിക് ആയാലും അതിനെക്കുറിച്ചുള്ള ധാരണകൾ അന്നുണ്ട്. അപ്പോൾ ഇതിൽ ആ പരിഹാരങ്ങൾ അന്ന് സാധിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇപ്പം ചിലപ്പോൾ എൻഡമിക് ആയിട്ടുള്ള സ്മോൾ പോക്സ് പോലത്തെ സാഹചര്യങ്ങളിൽ തന്നെ ആയുർവേദത്തിൽ എഫക്റ്റീവായിട്ടുള്ള ചികിത്സ ആ നോർത്ത് ഇന്ത്യൻ, ഇപ്പോൾ യു പിയോടും ബീഹാറിനോടൊക്കെ ചേർന്നിട്ടുള്ള പ്രദേശങ്ങളിലുണ്ട്. ടീക്കാക്കരൺ എന്നാണ് ഞാൻ പറയുക, ടീക്കാക്രിയ എന്ന് പറഞ്ഞാൽ, ടീക്ക എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷൻ എന്നാണല്ലോ ഹിന്ദിയിൽ അല്ലെങ്കിൽ സംസ്കൃതത്തിൽ പറയുമ്പോൾ. അവർ ഈ സ്മോൾ പോക്സ് ഉണ്ടാകുന്ന രോഗികളിൽ പോയിട്ട് ഈ പഴുപ്പ് ഒരു തുണിയിൽ എടുത്ത് വെച്ചിട്ട് അത് ഉണക്കി വയ്ക്കും, ഡ്രൈ ആക്കിയിട്ട് വെച്ചിട്ട് അടുത്ത സീസണിൽ തുടങ്ങുന്നതിന് മുമ്പ് പോയിട്ട് ഇതിനെ ഒരു സൂചി വെച്ചിട്ട് ഗംഗാജലം ഒരു പാത്രത്തിലുണ്ടാവും. കാരണം ഗംഗാനദി തീരത്താണ് ഈ പ്രദേശമുള്ളത്. അപ്പോൾ ഈ സൂചി കൊണ്ട് ഇത് വെച്ചിട്ട് കുത്തുമ്പം
ഇനോക്കുലേഷൻ വാക്സിനേഷൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ ഇതായിരുന്നില്ലേ. അതെ അതെ അതെ. അപ്പം നമുക്ക് എഡ്വേർഡ് ജെന്നറിന് മുമ്പ് ഇതുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ചരിത്രമാണ്, പക്ഷേ അത് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഈ വാക്സിനേഷൻ്റെ അടിസ്ഥാനപരമായ കാര്യം ജെന്നറിൻ്റെ മുമ്പ് ഇവിടെ നടന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് നടന്നിരുന്നു. പക്ഷെ ഇതൊന്നും ഇപ്പം നിലവിലുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. നമുക്ക് ആ പ്രാക്ടീസൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഏത് തരത്തിലുള്ള ആൾക്കാർക്ക് കൂടുതൽ അസുഖങ്ങൾ വരുന്ന സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ക്ഷമത ആയുർവേദത്തിനുണ്ട്. അത് നമുക്കിപ്പോൾ കോവിഡ് അനുഭവം കൃത്യമായിട്ട് നമുക്ക് നൽകിയതാണ്. അത് ഇനിയുള്ള തരത്തിൽ അത് ഏത് തരത്തിലുള്ളത് എന്നുള്ളത് നമുക്കിപ്പം പ്രവചനം അത്ര എളുപ്പമല്ല. വൈറൽ തന്നെ ആയിരിക്കും ഇനി വരാൻ പോണത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ആയുർവേദത്തിൻ്റെ ഒരു അനുകൂല സാഹചര്യം വേൾഡ് ഓവറിൽ നമുക്ക് ലോകം മൊത്തത്തിൽ കാണാനുണ്ട്. കാരണം ആയുർവേദത്തിൻ്റെ അന്വേഷകരും ആയുർവേദത്തിനെ പഠിക്കാനുള്ള ശ്രമങ്ങളും എല്ലാ രാജ്യങ്ങളിലും നമുക്ക് അനുഭവവേദ്യമാണെന്ന്. ഡോക്ടർ പറഞ്ഞ മാതിരി ഇപ്പം പുറത്തുള്ള സ്റ്റുഡൻസും എല്ലാവരും ഇത് ക്യൂരിയസ് ആയിട്ട് ഇത് നോക്കി വീക്ഷിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അറിവാണ് എല്ലാം കരുത്ത്. അപ്പം ഈ ബെർത്തോൾട്ട് ബ്രെഹത്തിൻ്റെ ഒക്കെ പറയുന്നുണ്ട്, അപ്പം നിങ്ങൾ പഠിക്കണം, എന്തിന് അധീരത, നിങ്ങൾക്ക് പേടി തോന്നേണ്ട ആവശ്യമില്ല, നിങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് തൊട്ട് പഠിക്കൂ. അപ്പോൾ പഠിക്കാനുള്ള എല്ലാവർക്കും പറ്റും. ആ പഠനം അറിവ് അത് സമാഹരിക്കപ്പെടുകയും അത് കൃത്യമായ അതിൻ്റെ വിനിമയം ഇപ്പോൾ എളുപ്പമാണ്. ഇപ്പോൾ ഇൻ്റർനെറ്റ് ഒരിക്കലും ആധികാരികമാണെന്ന് പറയാൻ പറ്റില്ല, അതിൽ കുറേ ചതിക്കുഴികളുണ്ട്. പക്ഷേ ഇൻ്റർനെറ്റ് അറിവിൻ്റെ ഒരു വിപണനത്തിന് വിനിമയത്തിന് ഏറ്റവും വലിയൊരു മാധ്യമമാണ്. അപ്പോൾ അതിൽ നമുക്ക് എല്ലാ അറിവും നമുക്ക് കിട്ടും. അപ്പോൾ ആയുർവേദത്തെക്കുറിച്ച് തിരിച്ചവർക്ക് പഠിക്കാനും ആധുനികമായിട്ടുള്ള സംഭവങ്ങൾ അവരുടെ കൃത്യമായിട്ട് ഇപ്പം നമ്മൾ കൃത്യമായിട്ട് പറയാറുണ്ടല്ലോ. ഇപ്പം നാസയുടെ ജെയിംസ് വെബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടെലസ്കോപ്പ്, അത് നമ്മൾ അത്യന്താധുനിക ടെക്നോളജി വെച്ചിട്ടുള്ള അപ്പം നമ്മുടെ ഈ ഗാലക്സികൾ ഉണ്ടാകുന്നതിനെക്കുറിച്ചും ബിഗ് ബാങ്കിനെ കുറിച്ചൊക്കെ ഉള്ള കൃത്യമായ അറിവുകളാണ് അത് വിനിമയം ചെയ്യുന്നത്. അപ്പം ഇത് നമുക്ക് അറിയാമെങ്കിൽ നമുക്കത് അറിയാനും പറ്റും. അതേസമയത്ത് ലോകത്തിലെ ഏറ്റവും പഴക്കവും ചെറിയ ചികിത്സാ വിഭാഗമായിട്ടുള്ള ആയുർവേദം എനിക്ക് കൈകാര്യം ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ബാലൻസ് ആയിട്ട് കൊണ്ടുപോകാൻ നമുക്കൊരു ബുദ്ധിമുട്ടില്ല. ആ ബാലൻസാണ് ഹാർമണി. ആ ഹാർമണിയിലാണ് സിംഫണി ഉള്ളത്. അത് ജീവിതത്തിൻ്റെ സിംഫണിയും കൂടിയാണത്. അതെ അതെ. ഇത്രയും നേരം അനുഭവങ്ങൾ പങ്കുവെച്ച ഡോക്ടർക്ക് സത്വ ടി വിയുടെ ആശംസകൾ. സന്തോഷം. ആയുർവേദത്തെ കൂടുതൽ അറിയാനും മൗലികമായ അന്വേഷണങ്ങൾ നടത്താനുമുള്ള സത്വ ടി വിയുടെ പരിശ്രമങ്ങളുടെ ഭാഗമാവാൻ എനിക്ക് കഴിഞ്ഞതിൽ വളരെയേറെ അഭിമാനം. ഒപ്പം നിങ്ങളുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാ വിജയങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം.